ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെമ്മീൻ വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഉള്ളിയും തക്കാളിയും ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള മല്ലിയാണ്. കൂടെ 1 ടീസ്പൂണ് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഒരു കാരണവശാലും ഇതൊന്ന് കൂടി പോവരുത്. ഞാനീ പറഞ്ഞ കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്കൊരു 5 വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, ഉണക്കമുളകാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് റോസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ അളവുകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് ഈ ഒരു ചെമ്മീനൊന്ന് മാറ്റി വെക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ചൂടാക്കി ഡ്രൈ ആവാൻ വെച്ചിട്ടുള്ള ആ സ്പൈസ് മിക്സ് മുഴുവനായിട്ട് മിക്സിയിലിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. വാളംപുളിയാണ്, ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല പുളി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുളി വെള്ളത്തിൻ്റെ കൂടെ കുരു കളഞ്ഞിട്ടുള്ള കുറച്ച് പുളിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഈ ഒരു അളവിലേ ചേർക്കുന്നുള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5 കാഷ്യൂനട്ട്, അതായത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 6 7 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇനി ഇത് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഗീ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പശു നെയ്യാണ് കേട്ടോ. നല്ല നാടൻ നെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഈ നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ നെയ്യിൽ നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ചെമ്മീൻ ഒരിക്കലും നമ്മൾ ഒരുപാട് സമയം വേവിക്കാൻ പാടില്ല. ജസ്റ്റ് കളറ് ചേഞ്ച് ആവുന്നത് വരെ 1-2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ചെമ്മീനൊന്ന് ഹാഫ് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ നെയ്യിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ, നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ അത് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മളിതങ്ങ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ അരക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു കൂട്ടിലാണ് ചെമ്മീൻ ചേർത്തിട്ട് നല്ല റോസ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ അരച്ച് വെച്ചത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം വരും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്. നെയ്യ് കൂടുതൽ ചേർക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വറ്റിക്കുന്ന സമയത്താണ് ഈ ഒരു ഗീ റോസ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ആ സ്പൈസൊക്കെ കുക്കായിട്ട് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ മസാലക്കൂട്ടിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം വെല്ലം, അതായത് ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. വളരെ ചെറിയ കഷ്ണമാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർക്കാവൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ആ ചെമ്മീനിൽ ഈ മസാല പിടിക്കുന്നത് വരെ ചെറിയ തീയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തീ കൂട്ടിയിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്. അപ്പം ചെമ്മീനിൽ കറക്റ്റായിട്ട് മസാല പിടിക്കില്ല. അപ്പം ചെറിയ തീയിൽ വെച്ച് മെല്ലെ മെല്ലെ കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയം വെക്കുകയും ചെയ്യരുത്, ചെമ്മീൻ ഹാർഡായിപ്പോൾ. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് എല്ലാം സെറ്റായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറന്നു വരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.